പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പി ഇത്തവണ മൃഗീയ ഭൂരിപക്ഷം നേടുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ. ജില്ലാ പഞ്ചായത്തിലും സീറ്റ് നേടും. മിക്ക പഞ്ചായത്തുകളിലും കൂടുതൽ അംഗങ്ങളെ വിജയിപ്പിക്കാൻ കഴിയുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ബി.ജെ.പിക്ക് ഒരു പക്ഷം മാത്രമേ ഉള്ളൂ. കൃഷ്ണകുമാർ പക്ഷം എന്നൊന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയില്ല. ഞങ്ങൾ 24 സീറ്റ് 2015 നേടി, 2020 28 സീറ്റ് നേടി. ഇത്തവണ ആ 28 ഞങ്ങൾ കൂടുതൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വർദ്ധിപ്പിക്കും. വളരെ മൃഗീയമായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിലായിരിക്കും ഇത്തവണ പാലക്കാട് നഗരസഭ ബി.ജെ.പി ഭരിക്കുക. അല്ല, ബി.ജെ.പിയെ സംബന്ധിച്ചോളം ചെയർമാനെയോ മുഖ്യമന്ത്രിയോ ഒന്നും ഉയർത്തിക്കാട്ടാറില്ല. ബി.ജെ.പി തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനത്തിൽ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അനുസരിച്ചിട്ട് ആ സമയത്ത് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആളെ, നഗരസഭാ ഭരണം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കും. അതാണ് ഞങ്ങളുടെ സിസ്റ്റം. ഞാൻ പാർട്ടിയുടെ എൻ്റെ വ്യക്തിപരമായിട്ട് സംസ്ഥാന അധ്യക്ഷനോടും ജില്ലാ അധ്യക്ഷനോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2015 തന്നെ എൻ്റെ അന്ന് ബി.ജെ.പി പാലക്കാട് ആദ്യമായിട്ട് ഭരണത്തിലെത്തിക്കുക എന്നായിരുന്നു. ആ ലക്ഷ്യം ഞാൻ നേടി. അത് പാർട്ടിക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മത്സര രംഗത്തില്ല എന്നുള്ളത് സംസ്ഥാന അധ്യക്ഷനെയും ജില്ലാ അധ്യക്ഷനെയും അറിയിച്ചിട്ടുണ്ട്. ഇല്ല, ഞാനത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഒരുപാട് പുതിയ തലമുറ പാലക്കാട് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ഒരുപാട് പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളും നഗരസഭാ കൗൺസിലർമാരായിട്ടുള്ളവരെല്ലാം ഉണ്ട് ബി.ജെ.പിയിൽ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള ആശങ്കയില്ല. ലീഡർഷിപ്പിൻ്റെ പ്രശ്നമേ ബി.ജെ.പിക്കില്ല. അതുകൊണ്ട് പാലക്കാട് ജില്ലയിലെ നിരവധി പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ നഗരസഭകളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലൊക്കെ ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒറ്റപക്ഷമേ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പിയുടെ പക്ഷം. അത് മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയല്ലേ. ഞങ്ങളാരും ഒരു പക്ഷത്തുമില്ല. ഞങ്ങൾ ജെ.പി. നദ്ദ നേതൃത്വം നൽകുന്ന, കേരളത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നേതൃത്വം നൽകുന്ന, പാലക്കാട് ശ്രീ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലുള്ള ഒറ്റപക്ഷമേ ഉള്ളൂ. ഇത്തവണ നഗരസഭയിൽ 3/2 ഭൂരിപക്ഷം നേടുമെന്ന പാർട്ടി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും വ്യക്തമാക്കി. നഗരസഭയിൽ 24 സീറ്റുകളാണ് കഴിഞ്ഞ തവണ നേടിയത്. ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തുടരുമെന്ന് പ്രശാന്ത് ശിവൻ അവകാശപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ ഇന്നേ വരെ കാണാത്ത തരത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കരുത്ത് തെളിയിക്കുവാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടൊപ്പം ദേശീയ ജനാധിപത്യ സഖ്യം പാലക്കാട് ജില്ലയിൽ വളരെ കരുത്തുള്ള ഒരു സഖ്യമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നിരവധിയായ ഫോറത്തിലെ സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ 1-2 ദിവസത്തിനകം പാലക്കാട് നഗരസഭയുടേത് ഉൾപ്പെടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പാർട്ടിയുടെ പ്രവർത്തകന്മാർ വളരെ സജീവമായിട്ട് ഈ പാലക്കാട് നഗരസഭയ്ക്കകത്ത് സംഘടനാപരമായിട്ട് ഞങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ചേർന്നിരുന്നുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മുഴുവൻ കൗൺസിലർമാരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആയിട്ട് നടന്നിട്ടുള്ള സംഘടനാ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ എല്ലാ തലത്തിലും ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് 10-ലധികം ഗ്രാമപഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം ഉണ്ടാവും. നിങ്ങൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാവാനുണ്ട്. ആ പൂർത്തിയാവുന്ന മുറയ്ക്ക് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റുകളെല്ലാം ഞങ്ങൾ വ്യക്തമായി തന്നെ നിങ്ങളോട് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണ്. തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയാം. എല്ലാ കൗൺസിലർമാരും ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. NDA കക്ഷികളുമായി ചർച്ച നടന്നുവരുന്നതായും സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.